പനിക്കാലത്ത് സർക്കാർ ആശുപത്രിയിലേക്ക് രോഗികൾ തള്ളിക്കയറുമ്പോൾ ദീനാനുകമ്പയുടെ മുഖമുദ്രയായി മാറുകയാണ് തങ്കയം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ അഷ്കർ അലി. രോഗികൾക്കും തനിക്കൊപ്പം ജോലി ചെയ്യുന്ന മറ്റ് ഡോക്ടർക്കുമായി സ്വന്തം ചെലവിൽ അടിസ്ഥാന സൗകര്യമൊരുക്കിയാണ് ഡോക്ടർ അഷ്കർ അലി മെഡിക്കൽ രംഗത്ത് വേറിട്ട് നിൽക്കുന്നത്. തങ്കയം താലൂക്ക് ആശുപത്രിയിലെത്തി ഒരു തവണയെങ്കിലും ഡോക്ടർ അഷ്കർ അലിയുടെ ചികിത്സ തേടിയവരിൽ ഒരാൾ പോലും ഈ ഡോക്ടറെ മറക്കുകയില്ല. സൗമ്യമായ ഭാവത്തോടെ രോഗികളെ പരിശോധിക്കുകയും ചികിത്സാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന അഷ്കർ അലി രോഗികൾക്ക് ദൈവതുല്യനാണ്. പനി പടർന്നു പിടിച്ച് രോഗികൾ കൂട്ടത്തോടെ ആശുപത്രിയിലേക്ക് തള്ളിക്കയറുമ്പോഴും ക്ഷമയോടെ അവരെ പരിചരിക്കുന്ന ഡോക്ടറുടെ വ്യക്തിത്വം വേറിട്ടതാണ്. പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള ആശുപത്രിയിലെ ജീവനക്കാർക്കും രോഗികൾക്കും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ആശ്വാസമാണ്. മഴക്കാലമായതോടെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി തങ്കയത്തെത്തുന്ന രോഗികളുടെ എണ്ണവും ഏറെയാണ്. പക്ഷേ കൂട്ടത്തോടെ എത്തുന്ന രോഗികളെ പരിശോധിക്കാൻ ഡോക്ടർമാർക്ക് ലഭ്യമായിരുന്നത് ഒറ്റമുറിയാണ്. ഒരു മേശയ്ക്ക് ചുറ്റും 2 ഡോക്ടർമാർ വീതം ഇരുന്നാണ് ചികിത്സ നിർണയിച്ചിരുന്നത്. ഇതാകട്ടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് ഡോക്ടറോട് തുറന്ന് സംസാരിക്കാനോ രോഗവിവരം പറയാനോ സാധിക്കാത്ത സാഹചര്യവും സൃഷ്ടിച്ചു. രോഗികളുടെ ദയനീയതയും സഹ ഡോക്ടർമാരുടെ പരിമിതികളും തിരിച്ചറിഞ്ഞ ഡോക്ടർ അഷ്കർ അലി ഇതിനൊരു പരിഹാരം സ്വന്തം നിലയിൽ കണ്ടെത്തി. സ്വന്തം ചെലവിൽ മേശകളും കസേരയും ഫാനും സംഘടിപ്പിച്ച് ഡോക്ടർമാർക്ക് സൗകര്യമൊരുക്കി. ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിലെ 3ലധികം മുറികളിലായി അവ സജ്ജീകരിച്ച് പ്രത്യേക പരിശോധനാ സൗകര്യവും കണ്ടെത്തി. ഇപ്പോൾ തിങ്ങിഞ്ഞിരുങ്ങാതെ ഡോക്ടർമാർക്ക് രോഗികളെ പരിശോധിക്കാനാകും. തിരക്കേറിയ സമയങ്ങളിൽ രോഗികൾക്കും ഇതേറെ പ്രയോജനകരമായിട്ടുണ്ട്. ആശുപത്രിയുടെ പുതിയ കെട്ടിട സമുച്ചയം പൂർത്തിയായെങ്കിലും വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയായിട്ടില്ല. ആശുപത്രിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് ട്രാൻസ്ഫോർമറും അനുബന്ധ സൗകര്യങ്ങളും ഉടൻ സ്ഥാപിക്കുമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അധികൃതരെ കാത്തിരിക്കാതെ മുന്നിട്ടിറങ്ങിയ ഡോക്ടർ അഷ്കർ അലിയെ നിരവധി പേർ ഇതിനകം അഭിനന്ദനം അറിയിച്ചു കഴിഞ്ഞു.